മക്കൾക്ക് ചോക്ലേറ്റും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന കുറേനക്കാരൻ ഷീമോൻ ആൾക്കൂട്ടം കണ്ടപ്പോ ഇതെന്താ സംഭവം എന്നറിയാൻ ഒന്ന് എത്തി നോക്കിയതാ. പിടിക്കടാവനെന്ന് പറഞ്ഞു. എന്താ? ചകിരിനാര് പോലത്തെ മുടിയും കരിങ്കൽ പാറ പോലത്തെ ശരീരവും കണ്ടാൽ ഒരു പ്രാകൃത രൂപത്തിൽ നിൽക്കുന്ന ഇവനെ നിർബന്ധിച്ച് കുരിശു ചുമക്കുന്ന കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പദവിത നിർബന്ധിച്ചു. എല്ലാരും പറ, നിർബന്ധിച്ചു. എന്തിനു നിർബന്ധിച്ചു? യേശുവിന്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ കുരിശെടുക്കാൻ കുറേനക്കാരനെ നിർബന്ധിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ബൈബിളിൽ കുറേന എന്ന് കാണുന്ന സ്ഥലം ഇത് പല തവണ ദൈവദാസന്മാർ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ്. ഈസ്റ്റ് ആഫ്രിക്കൻ വംശജരായ കുറേന വിഭാഗത്തിൽപ്പെട്ട ഒരു കറുത്ത വർഗക്കാരനെ കുരിശെടുക്കാൻ അവർ നിർബന്ധിച്ചു. എന്തുകൊണ്ട് നിർബന്ധിച്ചു? എന്താ? യഹൂദനതി തൊടത്തില്ലേ? റോമാക്കാരനിതി തൊടത്തില്ലേ? തൊടുകല. തൊട്ടാ പൊള്ളും, തൊട്ടാ പൊള്ളും. എന്തുകൊണ്ട് പൊള്ളും? ഇത് ശാപമാ. നീ തൊടാത്ത കുരിശ് എന്തിന് ഇവനെ എടുക്കാൻ നിർബന്ധിച്ചു? ഈ ഈസ്റ്റ് ആഫ്രിക്കൻ വംശജൻ ഈ കുരിശെടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഭൂമിയിലെ സകല ശാപവും പേറാൻ വിധിക്കപ്പെട്ട കുലമാണ് ഇവന്റേത്. അതുകൊണ്ട് ഈ കുരിശ് ഇവൻ ഒരു വിഷയമല്ല. അതുകൊണ്ടാ നിർബന്ധിച്ചു എന്നെഴുതിയേക്കുന്നത്. ഒന്ന് പറ, വല്ലവന്റെ പറമ്പിൽ പണി ചെയ്തിട്ട് തിരിച്ചു പോയ വഴിയാത്. സ്വന്തം പറമ്പിലെ പണി കഴിഞ്ഞ് വന്നല്ല. അവൻ ജന്മിയല്ല ദൈവദാസനെ. അവൻ ഒരിടത്തിന്റെ ഉടമസ്ഥനല്ല. അവൻ അടിമയാണ്. വയലിലെ പണി കഴിഞ്ഞ് മക്കളെ കാണാനുള്ള ആവേശത്തോടെ വീട്ടിലേക്ക് പോകുന്ന വഴി കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ട് എന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ ചുമ്മാ തലയെത്തി നോക്കിയതാ. പിടിച്ച് കയ്യും കാലും കെട്ടി കുരിശിന്റെ അടുത്ത് കൊണ്ടുപോയി. ഒരു ദൂത് പറയട്ടെ, അങ്ങനെ നിർബന്ധിച്ച് കുരിശെടുപ്പിച്ചവന്റെ കുലത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഇന്ന് നിന്റെ തലയിലിരിക്കുന്ന അഭിഷേകം പലരുടെയും വീട്ടിൽ കയറേണ്ടതായിരുന്നു, കേറിയില്ല. പകരം നീ അതിനകത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അതിനകത്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോടോ ദൈവാത്മാവ് പറയുന്നു, പലരും തൊടാൻ ആഗ്രഹിച്ചതിനെ ദൈവം നിന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നു. ദൈവം നിന്റെ വീട്ടിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഏറ്റെടുക്ക.